ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ആനുവൽ എക്സാമിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുന്നതാണ്. മുൻവർഷ ചോദ്യ പേപ്പർ ആണ്. ഇന്റഗ്രേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. 3-ാം ദിവസത്തെ ഇന്റഗ്രേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഉദ്ഗ്രഥനം 3-ാം ദിവസം. അപ്പൊ വർക്ക്ഷീറ്റ് 9 വരയ്ക്കുള്ളത് നമ്മൾ 2-ാം ദിവസത്തെ ചോദ്യ പേപ്പറിൽ ചെയ്തതാണ്. അത് വർക്ക്ഷീറ്റ് 10 തൊട്ടിട്ടാണ് 3-ാം ദിവസത്തിലുള്ളത്. പഴക്കടയിലേക്ക് ഇവിടെ ഏതൊക്കെ പഴങ്ങളാണെന്നുള്ളത്, ആരൊക്കെയാ പഴക്കടയിലേക്ക് പോകുന്നത്? സുബ്ബു, ജഗ്ഗു, രംഗൻ. ഇപ്പൊ എല്ലാവരും നിങ്ങൾക്ക് ഓർമ്മയില്ലേ? സുബ്ബുവിനെയും ജഗ്ഗുവിനെയും രംഗനെയൊക്കെ നമ്മൾ പഠിച്ചതല്ലേ മലയാളത്തില്? നമ്മൾ അവരെന്തൊക്കെ പഴങ്ങളാണ് വാങ്ങിയത്? ആപ്പിൾ ഉണ്ട്, പഴക്കടയിൽ ആപ്പിൾ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, പേരക്കയുണ്ട്. എത്ര എണ്ണം വീതമാണ് അവർ വാങ്ങിയത് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, എണ്ണം കൊടുത്തിരിക്കുന്നത്. അപ്പൊ സുബ്ബു, ഇവിടെ നോക്കി, സുബ്ബു ആപ്പിൾ എത്ര വാങ്ങി? 4 എണ്ണം, ഓറഞ്ച് 3 എണ്ണം, പേരക്ക 5 എണ്ണം അല്ലേ? ജഗ്ഗു 9 എണ്ണം. അപ്പൊ അങ്ങനെ അവരുടെ എണ്ണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പേരക്ക വാങ്ങിയിട്ടില്ല, പേരക്ക വാങ്ങാത്തതുകൊണ്ടാണ് ഇവിടെ 0 കൊടുത്തിരിക്കുന്നത്. സുബ്ബു ആകെ എത്ര പഴങ്ങളാണ് വാങ്ങിയത്? അപ്പൊ സുബ്ബു വാങ്ങിയ പഴങ്ങളെല്ലാം കൂടെ കൂട്ടിയിട്ട് ഉത്തരമാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പൊ 4 ആപ്പിള്, 3 ഓറഞ്ച്, 5 പേരയ്ക്ക. അപ്പൊ 4ഉം 3ഉം 5ഉം കൂടെ കൂട്ടി നോക്കുമ്പോൾ ഉത്തരം എന്താണ്? 12. ജഗ്ഗു ആകെ വാങ്ങിയ പഴങ്ങളുടെ എണ്ണമാണ് ചോദിക്കുന്നത്. അപ്പൊ ജഗ്ഗു എന്തൊക്കെ വാങ്ങിയ? ആപ്പിളും ഓറഞ്ചും അല്ലെ? 9ഉം 8 ഓറഞ്ചും, 9ഉം 8ഉം കൂടെ കൂട്ടുമ്പോൾ ഉത്തരം 17. രംഗൻ ആകെ വാങ്ങിയ പഴങ്ങളുടെ എണ്ണം, രംഗൻ എന്തൊക്കെ വാങ്ങി? ആപ്പിളും ഓറഞ്ചും, 10 ആപ്പിളും 8 ഓറഞ്ചും ആണ് വാങ്ങിയ. 10 + 8 ആൻസർ എത്രയാണ്? 18, 18. അത് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി എന്താ ചോദിക്കണം? കൂടുതൽ പഴങ്ങൾ വാങ്ങിയത് ആര്? അതായത് മോസ്റ്റ് നമ്പർ ഓഫ് ഫ്രൂട്ട്സ് ആരൊക്കെയാണ് വാങ്ങിയത്? ആരാണ് വാങ്ങിയത്? മോസ്റ്റ്, കൂടുതൽ എന്നുള്ളത് നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയാ? മോസ്റ്റ് എന്ന് പറയും അല്ലെ? അപ്പൊ കൂടുതൽ പഴങ്ങൾ, ഇതിൽ ആരാണ് ഏറ്റവും കൂടുതൽ പഴങ്ങൾ വാങ്ങിയത്? ഏറ്റവും വലിയ നമ്പർ ഏതാണ്? 12, 12, 17, 18. ആരാണ്? തീർച്ചയായിട്ടും 18 ആണ് വലുത് അല്ലെ? അപ്പൊ രംഗനാണ് ഏറ്റവും കൂടുതൽ പഴങ്ങൾ വാങ്ങിയത്. അപ്പൊ അവരുടെ പേരാണ് രംഗൻ എന്ന പേരാണ്. നമ്മൾ ഇവിടെ രായാണ് കേട്ടോ, ഇത് തായല്ല, അത് അറിയേണ്ട ആയതാണ്. രംഗനാണ് കേട്ടോ, രംഗനാണ് വാങ്ങിയത്. ഏറ്റവും കുറവ് ആർക്കാണ്? അതായത് ഏറ്റവും ചെറിയ നമ്പർ ആരാണ് നോക്കുക. ഏറ്റവും ചെറിയ നമ്പർ ഏതാണ്? 12. അപ്പൊ സുബ്ബു ആണ് ഏറ്റവും കുറവ് പഴങ്ങൾ വാങ്ങിയത്. അടുത്തത് വർക്ക്ഷീറ്റ് 11, വമ്പൻ വണ്ടി. തീവണ്ടിയെ കുറിച്ചിട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അല്ലെ? ചൂളം വിളിച്ചു വരുന്നുണ്ടേ വമ്പൻ വണ്ടി തീവണ്ടി, കൂകിപ്പാഞ്ഞു വരുന്നുണ്ടേ വമ്പൻ വണ്ടി തീവണ്ടി, തീയും തുപ്പി വരുന്നുണ്ടേ വമ്പൻ വണ്ടി തീവണ്ടി, ചീറിപ്പാഞ്ഞു വരുന്നുണ്ടേ വമ്പൻ വണ്ടി തീവണ്ടി. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാഹനത്തെ കുറിച്ച് എഴുതി നോക്കൂ. അപ്പൊ ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഇഷ്ടപ്പെട്ട വാഹനത്തെ കുറിച്ച് എഴുതുക. ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത് വിമാനത്തെ കുറിച്ചാണ്. എയ്റോപ്ലെയിൻ, വിമാനത്തെ കുറിച്ച്. പറക്കും വണ്ടി, പായും വണ്ടി, ചിറകുള്ള വണ്ടി, വിമാനം. ആകാശത്തിലൂടെ പറക്കും വണ്ടി, ചിറകുള്ള വണ്ടി, വിമാനം. മേഘങ്ങളിലൂടെ കളിക്കും വണ്ടി, ചിറകുള്ള വണ്ടി, വിമാനം. ഓക്കെ, അപ്പൊ ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും വാഹനത്തെ കുറിച്ചിട്ട് എഴുതുകയാണ് ചെയ്യേണ്ടത്. അടുത്തത് വർക്ക്ഷീറ്റ് 12, നല്ല പഴങ്ങൾ എത്ര? പഴങ്ങൾ ആപ്പിൾ, ഓറഞ്ച്, പേരയ്ക്ക. ആകെ എണ്ണം, ടോട്ടൽ എത്ര എണ്ണം ഉണ്ടെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതില് കേടായത് എത്ര, ചീത്തയായി പോയത് എത്ര ഇവിടെ ഉണ്ട്, നല്ലത് എത്രയുണ്ട് നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ ആകെ ആപ്പിൾ 13 എണ്ണം ഉണ്ട്, കേടായത് 3 എണ്ണം. ബാക്കി കണ്ടുപിടിക്കാൻ, ബാലൻസ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ റിമൈനിങ് കണ്ടുപിടിക്കാൻ എന്നൊക്കെയായിരിക്കും ചോദ്യം ഇംഗ്ലീഷിലാണെങ്കിൽ. അപ്പൊ എങ്ങനെ ചെയ്യാ? ബാക്കി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? കൂട്ടുകയാണോ, കുറയ്ക്കുകയാണോ, ആഡ് ആണോ, സബ്ട്രാക്ട് ആണോ? അല്ലെ, സബ്ട്രാക്ട് ചെയ്യുക, അതായത് കുറയ്ക്കുക, മൈനസ് ചെയ്യണം. 13, 30ൽ നിന്ന് 3 മൈനസ് ചെയ്യുക, 13ൽ നിന്ന് 3 കുറയ്ക്കുക. അപ്പൊ ഉത്തരം എന്താണ്? 10. അടുത്ത ഓറഞ്ച് 11 - 5, 6, 6. അടുത്തത് പേരയ്ക്ക 5 - 2, ഉത്തരം എന്താണ്? 3. അടുത്ത വർക്ക്ഷീറ്റ് 13, കഥ എഴുതാം. നോക്കി, ചിത്രം കണ്ടില്ലേ? 4 ചിത്രം തന്നിട്ടുണ്ട് അല്ലെ? ഒരു ഉറുമ്പ് മരം കുലുക്കുകയാണ്. അപ്പൊ കാക്കയുടെ കൂട് താഴെ വീണ് പൊട്ടി. കാക്ക ആരോട് സഹായം ചോദിക്കുകയാണ് അല്ലെ? ഒരു ഉറുമ്പിനോട് സഹായം ചോദിക്കുന്നുണ്ട്. അപ്പൊ അടുത്ത് എന്തായിരിക്കും ഈ കഥയിൽ നടന്നിട്ടുണ്ടാകുന്നുള്ള ചിത്രം വരച്ചിട്ട് ചിത്രം നോക്കി കഥ എഴുതൂ, തലക്കെട്ട് നൽകണം. എന്താ തലക്കെട്ട് എന്ന് വെച്ചാൽ ഹെഡിങ് കൊടുക്കുക. ഈ ചിത്രം നോക്കിയിട്ട് ചെറിയൊരു കഥ ഉണ്ടാക്കി എഴുതി അതിനൊരു ഹെഡിങ് കൊടുക്കാനാണ് പറയുന്നത്. അതാണ് വർക്ക്ഷീറ്റ് 13. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ളത്. അപ്പൊ ഇതുപോലെയുള്ള മുൻവർഷ ചോദ്യ പേപ്പറുകൾ ഇനിയും നമ്മൾ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.